അല്ലെങ്കിൽ തന്നെ എഴുന്നേൽക്കാൻ നേരം വൈകി. അപ്പം പിന്നെ ചായയുടെ കടി ഉണ്ടാക്കാൻ എവിടെ നേരം? അപ്പോഴാണ് നമ്മളിൽ കോൺഫ്ലെക്സിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അതാകുമ്പോൾ പിന്നെ പാലുണ്ടെങ്കിൽ നേരെ അതിലിട്ടാൽ മാത്രം മതിയല്ലോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, പാലെടുത്തു, തിളപ്പിച്ചു, നമ്മളുടെ കോൺഫ്ലെക്സ് ഇട്ടു. അപ്പം തന്നെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തുട്ടാ. അപ്പം കാലത്ത് ചായയുടെ പരിപാടി അങ്ങനെ കഴിഞ്ഞേ. ഉച്ചക്കത്തേക്ക് പിന്നെ തലേ ദിവസത്തെ ബിരിയാണി ഉണ്ടായ കാരണം കൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹാവൂ, ആലോചിക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. ഇന്നിനി വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. വീട് ക്ലീനാക്കലും അലക്കലും മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇതുപോലൊരു ആശ്വാസം വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോഴേക്കും മോൻ മദ്രസ വിട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മോൻക്കും മോൾക്കും ഇക്കാക്കും ഞാൻ കോൺഫ്ലെക്സ് ഒക്കെ കൊടുത്ത് തൽക്കാലത്തേക്കൊന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ കഥകളൊക്കെ കേട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഈ വീട് താമസിച്ചിട്ട് ഇപ്പം 2 വർഷം ആവാനായിട്ടുണ്ട്. അന്ന് പെട്ടെന്നൊരു മാറി താമസിക്കലായ കാരണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് ചെറിയ ചെറിയ പണികളൊക്കെ വേഗം തീർത്തിട്ടാണ് കയറിയത്. അതുകൊണ്ട് തന്നെ കുറേ ഭാഗങ്ങളിൽ പണികൾ ഇപ്പോഴും പെൻഡിങ്ങിലുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യുന്ന തിരക്കിലും കൂടിയാണ് കേട്ടോ. അപ്പം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ റിനോവേഷൻ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീട് പണിയുന്നവർക്ക് യൂസ്ഫുള്ളാകുന്ന ടിപ്സും ഷെയർ ചെയ്യണമെന്ന് ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കഥയൊക്കെ പറഞ്ഞതാണ്. എൻ്റെ മെഷീനിൽ അലക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഉണക്കിയതൊക്കെ ഒന്ന് മാറ്റി നിവർത്തിയിടണം. പിന്നെ അലക്കിയതൊന്ന് ഉണക്കാനിടണം. അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ ഡ്രസ്സും മെക്കാൻ്റെ ഡ്രസ്സും ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 9:25 ആകുമ്പോഴത്തേക്കും മോൻ്റെ ബസ് അവിടെ വരും. മോനെ സ്കൂളിലാക്കുന്നതിന് മുന്നേ എൻ്റെയും മോളിലൊക്കെ കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകല്. ഇന്നിപ്പം എനിക്ക് കുളിക്കാൻ നേരം ഉണ്ടായില്ല. മോളെ കുളിപ്പിച്ചിട്ട് നേരെ ഞങ്ങൾ ഓടുവാണേ. മോൾക്കാണെങ്കിൽ പോകുന്ന വഴി പൂ കണ്ടു കഴിഞ്ഞാൽ അപ്പം പറിക്കണം. ആളാണെങ്കിൽ പൂക്കളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം പൂവും ചെടിയും ഒക്കെ എടുത്തിട്ട് ചവിട്ടിയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. ഇക്കക്കാനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അനിയത്തിക്കും എപ്പോഴും പോകണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടാ.